ഹായ്. ഇന്ന് നമുക്ക് നമ്മുടെ ഭയങ്ങളൊക്കെ എങ്ങനെ നേരിടാം? എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ഇപ്പോൾ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ആളുകളോട് സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരികയായി. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് നിങ്ങളൊരു ആൾ പറയുകയാണെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു ഭയം വരാൻ തുടങ്ങുകയായി. നിങ്ങൾക്ക് പുസ്തകം എഴുതണം, പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയം വരുന്നു. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നു. പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയം തുടങ്ങുകയായി. ഇനി ജോലിയിൽ പ്രൊമോഷൻ വേണം, അല്ലെങ്കിൽ ശമ്പള വർധന വേണം. ബോസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വഴി ഉണ്ടാവാം. പക്ഷെ അതിന് ബോസിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ ഭയം. ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. പലപ്പോഴും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെട്ട് ഭയപ്പെട്ട് അത് മാറ്റിവെക്കുന്നു. പിന്നീട് നിങ്ങളത് ചെയ്യുന്നു. ചെയ്ത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുക, അയ്യോ, എനിക്കിത് കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? എത്ര സമയം, എത്ര വർഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ പലപ്പോഴും ഭയത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വിജയവും വളർച്ചയും നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഒളിച്ചോടി പോവാം, ഇതൊന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല, ഞാനിതിന് ശ്രമിക്കില്ല. അല്ലെങ്കിൽ ഭയന്ന് വിറച്ച് അങ്ങനെ നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് ആക്ഷൻ എടുത്ത്, ഭയമുണ്ടെങ്കിൽ കൂടിയിട്ടും ആക്ഷൻ എടുത്ത് മുന്നേറി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാം. അപ്പോൾ ആക്ഷൻ എടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് ആ സമയത്ത് വരുന്ന ഭയത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാം. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണമെന്ന്. ചിലപ്പോഴൊക്കെ അത് നടന്നേക്കാം. ഉള്ളിൽ ഞാൻ പറയുകയാണ്, എനിക്ക് ഭയമൊന്നുമില്ല, ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ ഈ ഭയം പിടികൂടി നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവാം. എന്നാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒളിച്ചോടാനും പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? നമ്മൾ ആദ്യം തന്നെ ഈ ഭയത്തെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഭയം നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര വലിയ ശത്രുവൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ് ഭയം. അപ്പോൾ ഈ ഭയത്തെ നമുക്ക് നമ്മുടെ തന്നെ ഒരു മുന്നോട്ട് പോകാനൊരു ഇന്ധനമാക്കി മാറ്റാം എന്നുള്ളതാണ്. അതായത് ഈ ഭയത്തെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മുടെ അടിമയാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ജീവിതത്തിൽ. അപ്പോൾ എങ്ങനെ അതിന് സാധിക്കും എന്ന് നോക്കാം. ഈ ഭയത്തെ ഒരു സുഹൃത്താക്കി മാറ്റുക. അതിന് എന്താണോ നമ്മൾ ഭയക്കുന്നത് അതിനെ മനസ്സുകൊണ്ട് ആ ഭയത്തെ അംഗീകരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് നടത്തണം, അതായത് ഒരു പ്രാസംഗികനാകണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നന്നായി വായിക്കുന്ന ആളായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആളുകൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരിക്കാം. പക്ഷെ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ ശരീരം വിറയ്ക്കുകയും ആശയങ്ങൾ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ പരിപൂർണമായും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥ. അതൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണോ നിങ്ങളെ മനസ്സിലുള്ള ഭയം അതിനെ
ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യം തന്നെ നിങ്ങളോട് പറയാം. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ്, ആളുകളോട് പ്രസംഗിക്കുന്നതിന് ഭയമുണ്ട്. ഞാൻ അതിനെ പരിപൂർണമായി അംഗീകരിക്കുന്നു. ഞാൻ ആളുകളോട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു വിറയൽ അനുഭവപ്പെടുകയും എനിക്ക് ഉള്ളിൽ വല്ലാത്തൊരു കാളൻ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ വാക്കുകൾ കിട്ടാറില്ല. അതിനൊക്കെ പരിപൂർണമായും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അതിനെ പരിപൂർണമായും ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ഭയത്തെ ഞാൻ പരിപൂർണമായും അംഗീകരിക്കുന്നു. ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട് എന്നുള്ള കാര്യം പരിപൂർണമായും ഞാൻ അംഗീകരിക്കുന്നു എന്ന് നിങ്ങളോട് തന്നെ പറയുകയാണെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ്, അതായത് ഭയത്തോടുള്ള ആ ഒരു അമിതമായിട്ടുള്ള ഒരു ശത്രുത, അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു ഇംഗ്ലീഷ് വേർഡ് റെസിസ്റ്റൻസ് എന്നാണ്, ഘർഷണം എന്നൊക്കെ പറയാൻ പറ്റും. അത് ഇല്ലാതാവുകയും നിങ്ങളും ഭയവുമായി ഒരു സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ആളുകളോട് ഒരു പ്രസംഗ രൂപത്തിൽ സംസാരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട്, അതെ, എൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ ബോധപൂർവം നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ബോധപൂർവം പറയുക, എനിക്ക് അല്പം ഭയമുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന്. എനിക്ക് സംശയമുണ്ട് ഞാൻ ഏതൊക്കെ രീതിയിൽ മറുപടി പറയും ഇൻ്റർവ്യൂ ബോർഡിനോട്. ആ ഭയത്തെ ഞാൻ പരിപൂർണമായും ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ നെർവസിനെ പരിപൂർണമായും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എങ്കിലും ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും എന്ന് നിങ്ങളോട് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് കുറയുകയും നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് സത്യം. അപ്പോൾ ബോധപൂർവം നമ്മൾ നമ്മുടെ അബോധ മനസ്സിലെ പുറത്തോട്ട് കൊണ്ടുവരികയും അതിനോട് കൃത്യമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭയം നമുക്ക് ഒരു ഇന്ധനമായി വർത്തിക്കുകയും നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നൽകുകയും ചെയ്യും. ഇങ്ങനെ ഭയത്തെ നേരിടാനും ഭയത്തോട് സംസാരിക്കാനും ഭയത്തെ ആക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും തയ്യാറാവുമ്പോൾ നിങ്ങളുടെ കറേജ് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കറേജ് വർദ്ധിക്കുമ്പോൾ ഭയത്തെ ഉൾക്കൊണ്ട് മറികടന്നു പോകാൻ നിങ്ങൾക്ക് കരുത്ത് ലഭിക്കും. മറിച്ച് നിങ്ങൾ ഈ ഭയം എന്നുള്ള ചിന്ത അബോധ മനസ്സിൽ നടക്കുകയും അല്ലെങ്കിൽ ഭയത്തോട് മല്ലടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കറേജ് അവിടെ വർദ്ധിക്കുകയില്ല. നിങ്ങളുടെ മനസ്സ്, ബോധമനസ്സിലും അബോധ മനസ്സിലൊക്കെ ഈ ഭയം നിറയുകയും അങ്ങനെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഭയത്തെ അംഗീകരിക്കുക. ഈ അംഗീകരിക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അബോധമണ്ഡലത്തിലുള്ള കാര്യത്തെ, ഈ ഭയത്തെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരികയും അതിന് ഒരു ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയും അതിനെ നമ്മൾ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വിഷൻ കൊണ്ട് ശരിയായ രീതിയിൽ നമ്മുടെ മുന്നിൽ നിർത്തുകയും ചെയ്യുമ്പോൾ ആ ഭയത്തിൻ്റെ ശക്തി കുറയുകയും നമ്മുടെ ധൈര്യം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ. ഇത് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും മനക്കരുത്തും ധൈര്യവും നൽകും. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ ഭയക്കുന്നത് അതിനൊക്കെ നേരിടാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഭയങ്ങളൊക്കെ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം, ഒരു പബ്ലിക് സ്പീക്കർ ആവണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പുതിയ കാര്യങ്ങൾ തുടങ്ങണം, ഇതിനൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്ന ഭയത്തെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ സാധിക്കും. ഇത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, മനസ്സിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഭയത്തെ നേരിടാനുള്ള, അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, കറേജ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കറേജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഭയം എന്നുള്ളൊരു വിഷയമേ അല്ല. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയമുണ്ട്, പല കാര്യങ്ങൾക്കും ഭയമുണ്ട്. നമ്മൾ അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഭയമുണ്ടായിട്ടും
ആ ഭയത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ കറേജ് മസിൽ വർദ്ധിക്കുന്നത്. അങ്ങനെ ആ കറേജ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭയം ഒരു പ്രശ്നമേ അല്ലാതെ ആയി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭയത്തെ പരിപൂർണമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തൊഴിവാക്കാനല്ല നമ്മുടെ ശ്രമം. നമ്മുടെ ധൈര്യത്തെ, നമ്മുടെ കറേജിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഭയം എന്നുള്ളതൊരു വിഷയമല്ലാതെ, അല്ലെങ്കിൽ ഒരു നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ഇമാജിനേഷനിലാണ് നമ്മളതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു 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 പ്രശസ്തമായിട്ടുള്ള കോട്ട് തന്നെ ഉണ്ട്. അതായത് മാൻ സഫേഴ്സ് ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. മാൻ സഫേഴ്സ് മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി എന്ന്. അതായത് മനുഷ്യൻ ഭയപ്പെടുന്നത് അയാളുടെ ഇമാജിനേഷനിലാണ്, ഭാവനയിലാണ്, യാഥാർത്ഥ്യത്തെക്കാളും. ഇത് നമ്മുടെ ജീവിതത്തിനെ ഒന്ന് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. പല കാര്യങ്ങളും നമ്മൾ വല്ലാതെ ഭയന്നിട്ട്, അയ്യോ അത് ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഇങ്ങനെ ഇവർ എന്ത് ചെയ്യും? എങ്ങനെ എന്ത് സംഭവിക്കും? എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടി, പിന്നീട് നമ്മൾ ആ ഭയം ഉണ്ടാക്കുന്ന കാര്യത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ അറിയും, ഓ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനാ ഞാൻ ഇങ്ങനെ പേടിച്ചത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇമാജിനേഷനാണ് ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ ഭയമാവുന്ന ബ്ലോക്കുകൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കടന്നു പോകുന്നതിന്, അതിൻ്റെ ആ ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നതിനാണ് ഞാൻ ഈ ഭയത്തെ ആക്സെപ്റ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, തണുത്ത ഒരു ജലാശയത്തിൽ നമുക്ക് കുളിക്കാൻ പോവുകയാണ്. അങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്ത് അതിൽ കൈയൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. നമുക്കതിൽ ഇറങ്ങി കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തണുപ്പ് കാരണം ഇങ്ങനെ മടിച്ചിരിക്കും. പിന്നെ നമ്മൾ കൈ കാലൊക്കെ ഒന്ന് ഇട്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങി, ഒന്ന് ആഴത്തിലിറങ്ങി അങ്ങനെ ഒന്ന് മുങ്ങി എണീക്കുന്ന സമയത്താണ് നമ്മൾ ആ തണുപ്പ് കംപ്ലീറ്റ് പോവുകയും നമുക്ക് വല്ലാത്തൊരു എനർജി, സന്തോഷം, ആത്മവിശ്വാസം ഒക്കെ ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഭയപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിലൂടെ നമ്മൾ കടന്നു പോകാൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മളൊന്ന് തീരുമാനിക്കുക, ഓക്കെ, എന്തൊക്കെയായാലും ഞാൻ ഇതിലൂടെ കടന്നു പോകും. എനിക്ക് ഭയമുണ്ട്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ എന്നാലും ഞാനിത് ചെയ്യും. എനിക്ക് ഭയമുണ്ട് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൽ. അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാലും ഞാനിത് അറ്റൻഡ് ചെയ്യും. എനിക്ക് ഭയമുണ്ട് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ എന്നാലും ഞാൻ തുടങ്ങും. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ നമ്മൾ തയ്യാറായി. അങ്ങനെ കടന്നുപോയി അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ധൈര്യം വർദ്ധിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും മനക്കരുത്ത് വർദ്ധിക്കുകയും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നേടാൻ നമ്മൾ നമ്മളെ തന്നെ പ്രാപ്തരാക്കുന്നു. ഇതാണ് നമുക്കാവശ്യം. അല്ലാതെ നമ്മൾ ഒളിച്ചോടി ഭയന്ന് വിറച്ച് എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ലേ എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടം വരെ ഓടും? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ഓ എനിക്കന്ന് അത് ചെയ്യാമായിരുന്നു, എനിക്കന്ന് ഇത് ചെയ്യാമായിരുന്നു, പക്ഷെ പേടി കാരണം ഇത് ചെയ്തില്ല എന്നൊക്കെ. പിന്നെ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്, ഏയ് എനിക്കൊന്നിനും ഭയമൊന്നുമില്ല, പേടിയൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയും, വീമ്പടിക്കും. പക്ഷേ ഉള്ളിനുള്ളിൽ നമുക്ക് ഭയമുണ്ട്. അപ്പോൾ അതില്ല എന്ന് നിഷേധിക്കേണ്ട ആവശ്യമില്ല. അതിനെ അംഗീകരിക്കൂ. എന്നിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ കറേജ് വർദ്ധിക്കുകയും ഭയത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇനി നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാൻ ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ പുരോഗതിക്ക് സഹായിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഭയം കാരണം ഞാൻ ഇതൊന്നും ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആ സ്റ്റക്കായിട്ട് നിർത്താൻ നിങ്ങൾക്ക് ഉള്ള ഭയങ്ങൾ അത് ഏതൊക്കെയാണ്? ഏതൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ്? അതൊക്കെ ഒന്നൊരു ലിസ്റ്റിൽ എഴുതുക. അത് പുതിയൊരു ജോലി കണ്ടെത്താനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ആഹ് നിങ്ങൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് നിങ്ങളുടെ ഒരു പാഷനാണ്. പക്ഷേ ഭയം കാരണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുകയായിരിക്കാം. അങ്ങനെ എന്തോ ആയിക്കോട്ടെ. നിങ്ങളതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ എന്തൊക്കെ ഭയങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ആളുകൾ എന്ത് ചിന്തിക്കുമെന്നാണോ? അതോ സമ്പത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണോ? ആഹ് ഞാൻ പുതിയൊരു ജോലിക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലോ? ഇങ്ങനെ എന്തൊക്കെ ഭയങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതിൻ്റെ ശേഷം ഇവയൊക്കെ ഓരോന്നിൻ്റെയും താഴത്തായിട്ട് ഇങ്ങനെ ഒരു ഭയത്തെ ഞാൻ പരിപൂർണമായി അംഗീകരിക്കുന്നു.
എൻ്റെ ജോലിയിൽ ഒരു ഇൻക്രിമെൻ്റ് ഞാൻ എൻ്റെ ബോസിനോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്നെ മോശമായിട്ട് ഏഹ്, പെരുമാറുകയോ അല്ലെങ്കിൽ എൻ്റെ ജോലി തന്നെ ഭീഷണിയാവുകയോ എന്നുള്ള ഭയം എനിക്കുണ്ട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എന്നാലും ഞാൻ ഇത് ചെയ്യും. ഇങ്ങനെ നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രോസസ്സിലൂടെ അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ആവശ്യം ഈ ജീവിതത്തിൽ ഗ്രോത്ത്, വളർച്ച, നേട്ടങ്ങൾ, സന്തോഷത്തോടെയുള്ള ജീവിതം ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾക്ക് ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭയം ഉളവാക്കുന്ന കാര്യങ്ങൾ അതിജീവിച്ചേ പറ്റും. അതിലൂടെ കടന്നു പോയേ പറ്റൂ. അതിന് നിങ്ങൾ ധൈര്യം കാണിക്കുക. അല്ലാതെ ഭയം മുഴുവൻ മാറിയിട്ടേ ഞാൻ ആ പ്രവൃത്തി ചെയ്യൂ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഈ ഭയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കാതിരിക്കട്ടെ. ഭയത്തെ അംഗീകരിക്കുക, അതിൻ്റെ ഒരു സുഹൃത്തായിട്ട് കൂടെ കൂട്ടുക, നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയും നിങ്ങളുടെ ഭയത്തിൻ്റെ ശക്തി വളരെയധികം കുറയുകയും നിങ്ങൾ പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നേടുകയും ചെയ്യും. താങ്ക് യു.